ഗൈസ്, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ മിനി വ്ലോഗായിട്ട് വരുന്നതെന്ന് അറിയാം. ആട് 3 കാണാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഷോയാണ് ഇത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് 10:45 ഷോ. പക്ഷെ 10 മണിയായിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാരണം എന്റെ 2 അനിയന്മാര് വരാൻ ലേറ്റായി. അങ്ങനെ ഞങ്ങൾ അവന്മാരും വന്നതിന് ശേഷം ബസ് സ്റ്റോപ്പിൽ വന്ന് കാത്തു കെട്ടി നിൽക്കുമായിരുന്നു. ബസ് വരാനും ലേറ്റായി. അങ്ങനെ ബസ്സൊക്കെ വന്നതാണ്ട് ഞങ്ങൾ എളമ്പള്ളൂരോട്ടാണ് പോകുന്നത്. എളമ്പൂർ ചെന്നിട്ടാണ് കല്ലന്താഴം ബസ് കയറേണ്ടത്. എളമ്പള്ളൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കല്ലന്താഴം ബസ് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. 10:45 പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നത് ഒരു 10:55 ഒക്കെ ആയപ്പോഴേക്കും ഒരു 7 മിനിറ്റ് ലേറ്റ് ആയി തോന്നുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സിനിമ കാര്യങ്ങൾ കാണുന്ന തിരക്കിലായിരുന്നു. സത്യം പറയാലോ, നൈസ് മൂവി ആയിരുന്നു. ഞാൻ കുറച്ചൊക്കെ ഈ കമന്റ്സിനകത്തൊക്കെ നെഗറ്റീവ് ഉണ്ടായിരുന്നു പോയി കണ്ടത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ് കേട്ടോ. അങ്ങനെ ഇടവേളയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒരു പോപ്കോൺ ഒക്കെ മേടിക്കാന്ന് വെച്ചു ബ്രേക്ക് ടൈമിൽ. എന്നെ പോലെ തന്നെ എന്റെ അനിയന്മാർക്കും പടം ഇഷ്ടപ്പെട്ടു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. OTT കാണുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് തിയേറ്ററിൽ നൈസ് പടമായിരുന്നു. പിന്നെ എനിക്ക് ഞങ്ങൾ പോപ്കോൺ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കോംറേഡ് സജികുമാറിന്റെ വീഡിയോസ് വന്നു. അപ്പൊ ജസ്റ്റ് ചുമ്മാ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി. പിള്ളേരെ നമുക്കൊരു വീഡിയോ എടുക്കാം കേട്ടോ തൽക്കാലത്തേക്ക്. പടം കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കണ്ണടിച്ചു പോയി തോന്നുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലായിരുന്നോ? പടം സൂപ്പർ. അങ്ങനെ കല്ലന്താഴത്തിന് ബസ് കയറി വന്നപ്പോഴാണ് ദാ കിടക്കുന്ന എളമ്പള്ളൂർ വരുമ്പോൾ ഞങ്ങളുടെ അഞ്ചാലുമൂട് ബസ് പോകുന്നു. പിന്നെ ഓടിക്കയറി അതിനകത്തോട്ട് ചെന്ന് പിന്നെ അവിടെ നിന്ന് ചെറുമൂട് വന്നിറങ്ങി വീട്ടിലോട്ട് നടക്കുകയാണ്. പടത്തിന് ഞാനിടുന്ന റേറ്റ് 10ൽ ഒരു 7.5 അല്ലെങ്കിൽ 8. നല്ലതായിരുന്നു കേട്ടോ. കണ്ടിരിക്കാൻ പറ്റിയ ലോജിക്കൊന്നും ഉള്ളതല്ല, കണ്ടിരിക്കാൻ പറ്റിയ സൂപ്പർ മൂവി. പിന്നെ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് 2 കൊറിയർ വന്നിരിപ്പുണ്ട്. ഒന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. ഞാൻ ഓർഡർ ചെയ്ത ബോഡി വാഷാണ്, ബോഡി വൈസിന്റെ. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുത്തി പൊളിച്ചില്ല. ഒരു മതിൽ ഇറച്ചി വെട്ടുന്നതാണ് കയറുന്ന വെട്ടി പൊളിച്ചൊക്കെ ഇടുന്നത്. പലയുടെ വാച്ച് പോലും ആണെങ്കിൽ തീർന്നു. ഞാൻ തള്ളക്കൊരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതാണോ വന്നതെന്ന് അറിയത്തില്ല. ഞാൻ കത്തി കൊണ്ട് കയറിയും കുത്തുകയും ചെയ്തു. ഇനിയിപ്പോ എന്തോന്ന് കണ്ടറിയ അല്ലേ. ഭയങ്കര സൂപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര ബ്രാൻഡഡ് വാച്ച് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് അവർക്ക് അത്ര ബ്രാൻഡഡ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു വാച്ച് വേണമെന്ന് തോന്നുന്നു. എങ്ങോട്ട് തുറക്കണം? കൊള്ളാം, സംഭവം കൊള്ളാം. ഞാനൊരു കടിച്ച വാച്ച്. അപ്പൊ വാച്ചിന്റെ ലിങ്ക് കാര്യങ്ങൾ വേണ്ടവർ എന്നെ കമന്റ് ബോക്സിൽ ലിങ്ക് നിട്ടാൽ മതി. അപ്പൊ ഇത്തോടെ ടാറ്റ ബൈ ബൈ, സീ യു.